ഒരു ചെറിയ കേരളം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു സാധ്യത കൂടുതലാണ്. വളരെയധികം ജോലി സാധ്യത വളരെ കുറവാണ്. കേരളത്തിൽ അതിനുള്ള സാഹചര്യം ഇപ്പൊ ഇല്ലല്ലോ. വലിയൊരു സമ്പന്നതയെ കാണിക്കുന്നതാണ്. യുവാക്കളുടെ വിദേശത്തേക്കുള്ള ഒഴുക്ക് ഭാവിയിൽ കേരളത്തെ ഒരു വൃദ്ധാലയമാക്കുമോ? ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചറിയാം. ചേട്ടാ, കേരളത്തിലുള്ള യുവാക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരും തലമുറയിൽ കേരളം ഒരു വൃദ്ധാലയമായി മാറാൻ സാധ്യതയുണ്ടോ? എന്താണ് ഒരു അഭിപ്രായം? അങ്ങനെ ഒരു സാധ്യതയുള്ളതായി കാണുന്നില്ല. കേരളത്തിലെ വിദ്യാർത്ഥികൾ വിദേശങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെ കേരളത്തിന്റെ വലിയൊരു സമ്പന്നതയെ കാണിക്കുന്നതാണ്. ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങളും അക്കാദമിക്കേതര സൗകര്യങ്ങളുമുള്ള ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മുടെ തലമുറ ലോകത്തിലെവിടെയും ഏറ്റവും ഉയർന്ന കണ്ടെത്തലുകളും മികവുകളും ഉണ്ടാക്കുന്നത് കേരളത്തിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികളാണ്. അത് കേരളത്തിന്റെ ഒരു സാധ്യതയാണ്. കേരളം ദരിദ്രമായതുകൊണ്ടല്ല കേരളത്തിൽ നിന്ന് പോകുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളതിനേക്കാൾ വളരെ കാലിബറുള്ള ഇന്റലിജന്റ് ആയ കുട്ടികളാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. സമീപ ഭാവിയിൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രമായി ഒരു ഹബ്ബായി മാറുകയാണ്. പുതിയ ഗവൺമെന്റ് അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും കേരളം വളരെ സമ്പന്നമായ ഒരു വിദ്യാ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും നമ്മൾ കേരളത്തിൽ മാത്രമല്ല മറ്റെല്ലാ സ്ഥലത്തും പുതിയ തലമുറ ലോകവ്യാപകമായി പോവുകയാണ്. മുമ്പുണ്ടായിരുന്നത് പോലെ സൗകര്യങ്ങളുടെ ലഭ്യത കുറഞ്ഞ കാലത്ത് അതത് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിക്കുന്ന ആളുകൾ ഇപ്പോൾ എല്ലാ സംസ്ഥാനത്തു നിന്നും വ്യത്യസ്ത മേഖലയിൽ ലോകം മുഴുവൻ സഞ്ചരിക്കാവുന്ന സംവിധാനങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടാണ് ലോകവ്യാപകമായി ആളുകൾ വ്യാപരിക്കുന്നത്. അതൊരു സംസ്ഥാനത്തിന്റെ കുറവല്ല, അത് സംസ്ഥാനത്തിന്റെ മികവായി കാണാൻ സാധിക്കണം. എല്ലായിടത്തും ഈ പറഞ്ഞതുപോലുള്ള വൃദ്ധന്മാരുടെ എണ്ണം 60 വയസ്സിൽ കൂടുതലുള്ള ആളുടെ എണ്ണം കൂടുന്നുണ്ട്. കേരളത്തിൽ അവരെ സംരക്ഷിക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കാനുള്ള പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. ആ പരിമിതികളെ മുറിച്ചു കടക്കാൻ കഴിയണം. ഈ കേരളം വളരെ മോശമാണെന്നും വൃദ്ധന്മാർ കൂടുമെന്നും ഒക്കെയുള്ള ഒരു പ്രചരണം തീർച്ചയായും നമ്മളെ എത്തിക്കാണിക്കാൻ നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു കാര്യം പരിമിതമായ പ്രചരണമാണ്. അത് മാറ്റുകയും വൃദ്ധന്മാരെ കൂടി പരിഗണിക്കുകയും കുറെ കൂടി സാമൂഹ്യ പ്രയോജനപ്പെടുന്നതിൽ അവരുടെ ഈ കഴിവുകളെ, അനുഭവങ്ങളെ, സമ്പത്തിനെ പ്രയോജനപ്പെടുത്താൻ സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് ശരിയാണ്. ആ നിലയ്ക്കുള്ള സംവിധാനങ്ങൾ കൂടി ഉണ്ടാക്കിയാൽ കേരളം ഏറ്റവും മനോഹരമായ ലോകത്തിലെ പ്രദേശമായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പൊതുവെ ചിലര് പറയുന്നുണ്ടല്ലോ തൊഴിലില്ലായ്മയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിദേശത്തോട്ട് യുവാക്കളുടെ ഒഴുക്കെന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇല്ല, കേരളത്തിൽ ഒരുപാട് പേര് എഞ്ചിനീയറിംഗും പല ഉണ്ട്. അതുണ്ടാവും. കാരണം ഏറ്റവും വിദ്യാസമ്പന്നര അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുള്ള ഒരു പ്രദേശം എന്ന നിലയ്ക്ക് സ്വാഭാവികമായും അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മയും കൂടും. അത് ഇതിനാവശ്യമായിട്ട് സംവിധാനം ഉണ്ടാക്കുന്നത്. നമ്മുടെ വളരെ ഭൗതിക ശേഷി കുറഞ്ഞിട്ടുള്ള, വളരെ വിസ്തീർണം കുറഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനം ആയതുകൊണ്ട് സ്വാഭാവികം വളരെ ചെറിയ സാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസം കൂടിയ ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് അവർക്കിടയിലെ തൊഴിലില്ലായ്മയും കൂടും. എന്നാലും ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലില്ലായ്മ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്ന് ഇപ്പോഴും കേരളം തന്നെയാണ്. തൊഴിൽ നിയമനങ്ങൾ നടക്കുന്ന സംസ്ഥാനവും. നമ്മൾ തന്നെ നമ്മുടെ കഴിവിനെ കാണണം, പരിമിതികളെ മുറിച്ചു കടക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ കഴിവിന്റെ അംഗീകാരം കൂടിയാണ് ആ വിദേശങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത്. ലോകത്തിലെ എല്ലാ വലിയ സ്ഥാപനങ്ങളുടെയും ഉയർന്ന പോസ്റ്റുകളിൽ ഇരിക്കുന്നവർ ഒട്ടുമിക്കവരും മലയാളികളാണ്. അപ്പോൾ നമ്മുടെ നേട്ടമായി കാണുകയും കൂടുതൽ പുതിയ തലമുറയെ വിദ്യാഭ്യാസത്തിലേക്ക് രംഗത്തെ കൊണ്ടുവരികയും ചെയ്യുക. ഒപ്പം മുതിർന്നവർക്ക് ആവശ്യമായിട്ടുള്ള, പഴയതുപോലെയല്ല, മുതിർന്നവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ചെയ്യണം. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുതിയ തലമുറ പോകുമ്പോൾ ശേഷിക്കുന്ന പഴയ തലമുറയുണ്ടാവും. ആ തലമുറയെ കൂടി നാടിന്റെ സമ്പത്തായി കണ്ടുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പുതിയ സംവിധാനം ഉണ്ടാകണം. ലോകത്തിൽ എല്ലായിടത്തും ഇവിടെ മാത്രമല്ല, ഓൾഡ് ഏജ് ഹോം ഒക്കെ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്. അവർക്ക് ഏറ്റവും മികച്ച ഒരു അന്തസ്സുള്ള ജീവിതം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളത് ശരിയാണ്. അതാണൊരു പോകുന്ന കുട്ടികൾ തന്നെ, പോകുന്ന ചെറുപ്പക്കാർ തന്നെ തിരിച്ചു വന്നിട്ട് ഇപ്പൊ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുന്നതല്ലേ. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പിന് സൗകര്യം അതിനാവശ്യമായ സൗകര്യങ്ങളുള്ള ഒരു നാടാണ് കേരളം. അപ്പൊ അങ്ങനെയൊക്കെ പോന്നിട്ട് അവർ അവിടുത്തെ ടെക്നോളജി അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾക്ക് പഠിച്ചു വന്നിട്ട് ഇവിടെ സ്റ്റാർട്ടപ്പ് തുടങ്ങി വിജയിച്ച എത്രയോ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്നതോ തെറ്റായിട്ട് കാണേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ കേരളത്തിൽ ഈ വൃദ്ധരുടെ എണ്ണം കൂടുന്നതിൽ ഒരു കാരണം നമ്മുടെ ആയുർദൈർഘ്യം കൂടിയതും വലിയൊരു കാര്യമാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ കേരളത്തിൽ ജനിച്ചുകൊണ്ട് മാത്രം നമുക്ക് 10 വർഷം കൂടുതൽ ജീവിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അത്രയേറെ കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആയുർദൈർഘ്യം കേരളത്തിൽ കൂടുതലാണ്. അതും നമ്മുടെ ഈ വൃദ്ധരുടെ എണ്ണം കൂടാനുള്ള ഒരു കാരണമാണ്. അതിനർത്ഥം ഇവിടെ പിന്നെ നമ്മുടെ പൊതുവെ ജനസംഖ്യ ഇത് കുറയുന്നു എന്നുള്ള ഒരു ഇതുണ്ടല്ലോ.
ജനസംഖ്യാ വളർച്ച ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവ് കേരളത്തിലാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ചെറുപ്പക്കാരുടെ എണ്ണം കുറയുന്നുണ്ട്, വൃദ്ധരുടെ എണ്ണം കൂടുന്നു. പക്ഷെ അത് സാമാന്യവൽക്കരിച്ച് കേരളത്തെ ഇകഴ്ത്താനുള്ള, നേരത്തെ ഇദ്ദേഹത്തിൻ്റെ പേര് നാരായണൻ കാവുമ്പായി എന്നാണ്, അദ്ദേഹം പറഞ്ഞ പോലെ ഇത് കേരളത്തെ ഇകഴ്ത്താനുള്ള വലിയൊരു പ്രചാരണ ഉപാധിയാക്കിയിട്ട് ഇതിനെ മാറ്റുന്നുണ്ട്. അത് ശരിയല്ല എന്നാണ്. വിദേശത്തോട്ട് പറക്കുകയാണ്. കേരളം ഭാവിയിൽ ഒരു വൃദ്ധാലയമായി മാറാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും ഉണ്ട്, എൻ്റെ അഭിപ്രായത്തിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അതിനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ലല്ലോ. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് അവരുടേതായ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ യുവാക്കൾക്ക് വേണ്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടുന്നില്ല. ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞതുപോലെ ഇവിടെ ഫെസിലിറ്റീസ് വളരെ കുറവാണ്. ജോലി പഠിച്ചിറങ്ങിയവർക്ക് പോലും വളരെ സാലറി കുറവ്. ഇപ്പോൾ പുറത്തിറങ്ങിയാൽ തന്നെ പല ആൾക്കാർക്കും പേടിയാണ് തിരിച്ച് എങ്ങനെ വീട്ടിലോട്ട് മടങ്ങി പോകാൻ പറ്റുന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഭാവിയിൽ ഇത് കണക്ക് പ്രായം 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ മാത്രമേ കാണാൻ ചാൻസ് കാണത്തുള്ളൂ. വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടി വരുമല്ലേ ഭാവിയിലൊക്കെ? ഭാവിയിൽ കൂടി വരും. അപ്പൊ പൊതുവെ ചിലരൊക്കെ പറയുന്നത് ഈ വിദേശത്ത് പോകുന്നത് കൊണ്ട് നമുക്ക് കേരളത്തിനാണ് അതിന്റെ തീർച്ചയായിട്ടും. കാരണം യുവാക്കൾക്കുള്ള നമുക്ക് ടാക്സ് ഉണ്ടല്ലേ. നമ്മളിവിടെ പുതിയ ജനറേഷൻ പുറത്തു പോകുമ്പോൾ അവരിവിടെ സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ, എക്സ്പെൻസ് ആയാലും പല കാര്യങ്ങളിലും നമുക്കതിന് ടാക്സ് ആയാലും ഈ ഗവൺമെന്റിന് തന്നെയാണ്, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റിന് തന്നെയാണ് അതിനോട് നഷ്ടം ഉണ്ടാവുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് ഈ ഒരു അവരെയും കൂടെ സംരക്ഷിക്കാനോ എന്തെങ്കിലും അവർക്കും കൂടി വേണ്ട പദ്ധതികൾ അപ്പൊ നടപ്പാക്കണം. രാജ്യത്ത് ഇത്രയധികം യുവാക്കൾ പോകുമ്പോൾ അതിനുവേണ്ടി എല്ലാവരും സ്വയം തീരുമാനിക്കണം അതിനുവേണ്ടി. കാരണം പക്ഷെ അങ്ങനെ തീരുമാനിക്കുമ്പോൾ അവർക്ക് സ്വയമായിട്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ. ഇപ്പം ഞാനായാലും നിങ്ങളായാലും ബാക്കിയുള്ളവരായാലും അവർ സ്വന്തം ഡിപ്പെൻഡ് ചെയ്ത് അവരെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ വേണ്ടിയാണ് അവർ ഈ രാജ്യം വിട്ടു പോകുന്നത്. അവർക്ക് സ്വന്തമായിട്ട് സമ്പാദിച്ച് ഇവിടുന്നേക്കാട്ടും മെച്ചപ്പെട്ട രീതിയിൽ പോകാൻ തന്നെയാണ്. പക്ഷെ അതിനുവേണ്ടി ഇവിടുത്തെ ഗവൺമെന്റ് അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് അത് തീരുമാനിക്കണം. അതെ, ഇവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം കൂടി തൊഴിലവസരങ്ങൾ കൂടുതലും തൊഴിലവസരങ്ങൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. അതുകൊണ്ടല്ലേ കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ ഇവിടെ വന്ന് പണി ചെയ്യുന്നത്. എന്നാൽ തൊഴിലവസരങ്ങൾക്ക് ഒത്ത വണ്ണമുള്ള ഫെസിലിറ്റീസ് ഇല്ല. മനസ്സിലായില്ലേ? കാരണം കേരളത്തിന് പുറത്ത് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് അവർ ജോലി ചെയ്യുന്നത്? അവർക്ക് സാലറി കിട്ടുന്നുണ്ട്, തൊഴിലുണ്ട്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ ജോലി ചെയ്യുമ്പോൾ അതിന് വേണ്ടത്ര കാര്യങ്ങൾ അവർക്ക് ആവുന്നില്ല അല്ലേ. ഇപ്പം നമുക്കിവിടെ 1 കിലോ അരിക്ക് എത്രയുണ്ട് വില? എന്നാൽ ബംഗാളിൽ നിന്ന് ഇവിടെ ഒരാൾ ഒന്ന് ജോലി ചെയ്താലോ അവർക്ക് അവരുടെ നാട്ടിൽ അത് ആ പൈസ അയച്ചു കൊടുത്താൽ എന്തായിരിക്കും വ്യത്യാസം? അതുകൊണ്ട് തൊഴിൽ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷെ അതിന് വേണ്ടത്തുള്ള രീതിയിലുള്ള ഫെസിലിറ്റീസ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ യുവാക്കളെല്ലാം ഇപ്പോൾ വിദേശ രാജ്യത്തോട്ട് പോകുന്നൊരു പ്രവണത കൂടി വരികയാണ്. ഇങ്ങനെ പോയാൽ ഭാവിയിൽ കേരളം ഒരു വൃദ്ധാലയമായി മാറാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, ഇവിടെ വളരെയധികം ജോലി സാധ്യത വളരെ കുറവാണ്. പുറത്തോട്ട് പോകുമ്പോൾ തന്നെ ഒരുപാട് ജോലി സാധ്യത ഒരുപാട് കൂടുതലാണ്. പിന്നെ സമയം തന്നെ ഇവിടെ നമ്മൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്ന അവിടെ ഒരു 4 മണിക്കൂർ ജോലി ചെയ്താൽ മതി. പിന്നെ ഏകദേശം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, നമ്മുടെ ഇവിടെ തന്നെ വളരെയധികം കേരളം ഭ്രാന്താലയം എന്ന് പറയുന്നില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തന്നെ ഇവിടെ നിന്നിപ്പോൾ ജോലി ഒരു സാധ്യതയില്ല. കാരണം നമ്മൾ ഇവിടെ ഇപ്പോൾ വരുമാനം അത്രയ്ക്കും നമ്മൾ ലോ ബഡ്ജറ്റിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ഹൈ ബഡ്ജറ്റ് വേണമെങ്കിൽ തീർച്ചയായും നമ്മൾ പുറത്തോട്ട് പോയി ജോലി നോക്കുന്നത് തന്നെയാണ് നല്ലത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ജോലി ഉള്ളവർക്ക് തന്നെ 5 വർഷക്കാലമായി നമുക്കറിയാം PSC എഴുതുന്നവർക്ക് ഇപ്പോൾ ജോലിയില്ല. അപ്പൊ പിന്നെ നമ്മള് അന്യ സംസ്ഥാനത്ത് നിന്നൊക്കെ തൊഴിലാളികൾ വന്ന് ജോലി എടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അവർക്ക് തൊഴിലവസരങ്ങൾ അങ്ങനെ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? തൊഴിലില്ല എന്ന് പറയുമ്പോഴും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഇവിടെയുള്ളവർക്ക് ജോലി വളരെയധികം കഠിനാധ്വാനിക്കാൻ വളരെയധികം മടിയുള്ളവരാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് പുറത്തുള്ള ആളുകളാണ്. അവരിവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവിടെയുള്ള ഏകദേശം എനിക്ക് തോന്നുന്നൊരു കൂലിപ്പണിക്കാർക്ക് ഏകദേശം ജോലി ഇല്ലാതെ പോകുന്നു. അവർ ഏകദേശം അധ്വാനിക്കാൻ കഴിവുള്ളവരാണ്. അപ്പോൾ അവർക്ക് അധ്വാനിക്കണമെന്ന് തോന്നുന്നു, അവർ അധ്വാനിക്കുന്നു. പക്ഷെ എൻ്റെ ഒരു ഇതിൽ ഇപ്പോൾ ഇവിടെ 8 മണിക്കൂർ ജോലി ചെയ്യുന്നത് നമ്മൾ വിദേശത്ത് പോയി 4 മണിക്കൂർ ജോലി ചെയ്യുന്നതും ഏകദേശം ഒരു ഈക്വലായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് കുറച്ച് മൈൻഡായിട്ടുള്ളവർ പുറത്തോട്ട് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള എന്നിട്ട് അവർ അവിടെ തന്നെ സെറ്റിൽ ആവുന്ന വഴി നമുക്ക് ഇങ്ങോട്ട് ഇവിടെ യുവാക്കളെ കാണാനില്ല. പിന്നെ അതിനൊക്കെ നമുക്ക് എന്തൊരു പരിഹാരമായിരിക്കും കാണാൻ? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇവിടെ പൊതുവെ ജോലി സാധ്യത നമുക്ക് ഒരു സെറ്റിൽ ആവണമെങ്കിൽ നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ജോലി സാധ്യത ഇല്ലാത്തതാണോ ഫെസിലിറ്റീസ് ഇല്ലാത്തതാണോ? രണ്ടും. ഇപ്പൊ എല്ലാവരും അങ്ങനെയുള്ള ആളുകളല്ലേ, പുറത്തോട്ട് പോയി കുറച്ച് നല്ല സെറ്റിൽ ആവാനല്ലേ നോക്കത്തുള്ളൂ. അല്ലാതെ ഇവിടെ നിന്നിട്ട് എങ്ങനെ പോകാൻ വേണ്ടി നോക്കത്തില്ലല്ലോ. ഇപ്പൊ ഞാനായാലും അങ്ങനെയാണ്, പുറത്തു പോയി നന്നായിട്ട് ജീവിക്കണമെന്നായാലും നമ്മൾ വിചാരിക്കത്തുള്ളൂ. ആ ഒരു ഇതാണ്. പിന്നെ നമ്മൾ പറയില്ല, അന്യ സംസ്ഥാനത്തിലുള്ളവർ അവര് എത്ര ജോലി ചെയ്ത് നമുക്കറിയാമല്ലോ, അങ്ങനെ ജോലി ചെയ്യുന്നവരാണ്.
അത്രേ ഉള്ളൂ. ചേട്ടാ, കേരളത്തിലെ യുവാക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലോട്ട് കടക്കുന്ന ഒരു പ്രവണത ഇപ്പൊ കൂടി ഇരിക്കുകയാണ്. അപ്പൊ വരും തലമുറയിൽ കേരളം ഒരു വൃദ്ധാലയമായി മാറാൻ സാധ്യതയുണ്ടോ? സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വെച്ചിട്ട് അങ്ങനെ ഒരു സാധ്യത കൂടുതലാണ്. കാരണം നമുക്കിവിടെ ഉള്ള ഫെസിലിറ്റീസ് പൊതുവെ ഇപ്പം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്തിന്റെ ബേസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പൊതുവേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് യൂത്ത് പിള്ളേരെല്ലാവരും പുറത്ത് പോയി പഠിക്കാനും അവിടെ തന്നെ സെറ്റിൽ ആവാനും എനിക്ക് തോന്നുന്നു. പൊതുവേ നമ്മുടെ ഇവിടുത്തെ തൊഴിലവസരങ്ങൾ കുറവാണെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ എബ്രോഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ലീവിന് വന്നതാണ്. നിശ്ചയം നമ്മുടെ ഇവിടുത്തെ പൊതുവേ ഉള്ള ഫെസിലിറ്റീസ് മൊത്തം നമ്മുടെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കേരളം ഇനി പോകെ ഫെസിലിറ്റീസ് എല്ലാം കുറയും. നമ്മുടെ ഇവിടെ ഒരു സംരംഭം തുടങ്ങാൻ തന്നെ നമുക്ക് ഒരു സർക്കാർ ഒരു സപ്പോർട്ടോ ഇപ്പം നമ്മൾ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അവിടേക്ക് ഒരു സംരംഭം തുടങ്ങാനും ഒരുപാട് തൊഴിലവസരങ്ങൾ അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഡെവലപ്ഡ് ആണെന്ന് പറയുന്നതേ ഉള്ളൂ. പക്ഷെ ഒന്നും ഡെവലപ്ഡ് ആവുന്നില്ല. നമുക്കത് കണ്ണിൽ നമുക്ക് നേരിട്ട് നോക്കിയാൽ ഒന്ന് ചുറ്റും കണ്ണോടിച്ചാൽ തന്നെ അറിയാൻ പറ്റും. നമുക്കത് കാണാൻ പറ്റുന്നില്ല ഡെവലപ്പ്. നമ്മൾ വെറുതെ പറയുകയാണ് നമ്മൾ സ്മാർട്ട് സിറ്റി അതാണ് ഇതാണെന്നൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഒന്നും പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ല. ഇതൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇത് ഇനി വരുന്ന ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഇനി വരുന്നവര് നമുക്കിവിടെ ഫെസിലിറ്റീസ് കൊടുത്താൽ മാത്രമേ അവരോട് നിൽക്കുള്ളൂ. നമുക്ക് ആ ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാതെ നമ്മൾ വെറുതെ കൊണ്ട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന് തക്ക ഫെസിലിറ്റീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഇനി വരുന്ന ജനറേഷൻ നിൽക്കുമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് മാറി. ആൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ കേരളം വിട്ട് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ തന്നെ അവർ പുറത്തോട്ട് പോയി തുടങ്ങി. അപ്പൊ ഇവിടെ തൊഴിലില്ല എന്ന് പറയുമ്പോഴും മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് തൊഴിൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കേരളത്തിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു വേതനമോ ഒന്നും പ്രൊവൈഡ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അവർ ചിലപ്പോൾ ഒരുപക്ഷെ കേരളത്തെക്കാളും കുറച്ചുകൂടെ അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്ക് ഈ ഒരു ശമ്പളമോ അതൊക്കെ അവരുടെ ലിവിങ് കോസ്റ്റ് അവർക്ക് ബെയർ ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു ലിവിങ് കോസ്റ്റ് കൂടുതലാണ്. നമ്മൾ പൊതുവെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പം തമിഴ്നാട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. തമിഴ്നാട്ടിൽ അതിനൊക്കെ ഉള്ള അവർ ഇവൻ കൃഷിയാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഈവൻ ഒരു യൂത്തിന് വേണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇറങ്ങി കൃഷി ചെയ്താൽ തന്നെ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ അവിടെ കേരളത്തിൽ അതല്ല അവസ്ഥ. അതൊക്കെ തന്നെയാണ്. ഈ മാതാപിതാക്കളെ ഇനി എന്ത് ചെയ്യുമെന്നാണ് യുവാക്കളെ ഇങ്ങനെ പുറത്തോട്ട് പോയിക്കൊണ്ടിരുന്നാല്? മാതാപിതാക്കളെയല്ല, ഇത് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഇത് ബേസും തുടങ്ങണം. ഇത് അവർക്കുള്ള ഫെസിലിറ്റീസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഇത് മാതാപിതാക്കൾ. കാരണം ഇപ്പം വളർന്നു വരുന്ന ജനറേഷനാണ് ഇനി മാതാക്കളായി മാറാൻ പോകുന്നത്. അപ്പൊ അവരെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുള്ളൂ. ഇപ്പൊ എൻ്റെ അച്ഛനും അമ്മയൊക്കെ അവർ പഴയ കാലത്ത് വളർന്നവരായതുകൊണ്ട് നമുക്ക് ആ ഒരു നമ്മുടെ നാട്ടിലൊരു ജോലി അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി എന്നൊക്കെ ഉള്ളത്. ഈവൻ നമുക്കിവിടെ ഗവൺമെന്റ് ജോലി പോലും കിട്ടാനില്ല. അതാണ് അവസ്ഥ. ഇപ്പൊ കൂടുതൽ തൊഴിലവസരങ്ങളും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് തീർച്ചയായിട്ടും പരിഹാര മാർഗമായിട്ട് കാണാം. ഈവൻ അത് ഒരു പൂർണ്ണമായ പരിഹാര മാർഗം എന്ന് പറയാനില്ല. പക്ഷെ നമ്മളത് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തുടങ്ങില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ കേരളത്തിൽ ആൾക്കാർക്ക് ഈവൻ ഒരു തൊഴിലവസരമോ പഠന സാധ്യതയോ കുറഞ്ഞു തന്നെ വരും. ചേട്ടാ, കേരളം ഭാവിയിൽ ഒരു വൃദ്ധാലയമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം കേരളത്തിലെ യുവാക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? എന്താ പറയാനെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യുവക്കർക്ക് ഇവിടെ പണിയില്ലാതെ കൊണ്ടല്ലേ അവരെല്ലാം ഫോറിന് പോകുന്നത്. ഇവിടെ നല്ല പണി ഉണ്ടെങ്കിൽ അവർ ഫോറിൻ ഉണ്ടാ. ഇപ്പൊ ನೋಡಿ ಎಲ್ಲರೂ ಫಾರಿನ್ ഉണ്ട്. ഇവിടെ വൃദ്ധക്കാർ എന്നാക്കിന് പാവ അവർ എല്ലാരും വീട്ടിൽ വിട്ടിട്ട് അവർക്ക് എന്താ മാസം പൈസ അയച്ചു കൊടുത്താൽ ആവില്ലല്ലേ. അവരെ നോക്കണല്ലേ. എന്തെങ്കിലും അവരുടെ സംസാരിക്കാൻ ആൾക്കാരുണ്ട്. പൈസ അയക്കും ഒരു ഫോറിനിൽ കുറെ അമേരിക്ക അവിടെ ഇവിടെ പോയിട്ട് പൈസ അയക്കും ഒരു എവിടെ ഫ്ലാറ്റിൽ വിടും. ശരിയല്ലേ. അവരെ പാവം നോക്കുന്ന ആൾക്കാരുണ്ട് ആരില്ലല്ലേ. അതന്നെ അതിന് പ്രതിവിധി എന്ന് പറയുന്നത് ഞാനില്ല. അത് അവരവരെ തിങ്ക് ആക്കാൻ അത്രേ ഉള്ളൂ. നമ്മൾ പറയാൻ എന്താ ഉണ്ട് പറയാൻ. എഡ്യൂക്കേഷൻ ഉണ്ട്, തൊഴിലില്ല. നിങ്ങൾ കർണാടകയിലും ഈ അന്യദേശത്തും പോന്നു. കേരള എഡ്യൂക്കേഷൻ 100% ഉണ്ട്, പക്ഷെ തൊഴിലില്ല. ബുദ്ധി ഇല്ലാത്ത മനസ്സിലാക്കും അത്രേ ഉള്ളൂ. പിന്നൊന്നുമില്ല. അപ്പൊ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരൊക്കെ ഇവിടെ വന്ന് തൊഴിലെടുക്കുന്നുണ്ടല്ലോ. വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇല്ല, ബീഹാറിൽ നിന്ന് ഇല്ല 3-10 ബേലാത്തുള്ള ഇവിടുത്തെ ആൾക്കാർക്ക് എന്ത് ഇവിടെ പണിയെടുക്കാൻ ആവശ്യമില്ല. ഇത് ഇവിടെ എന്താ അറിയാ, ഇവിടെ പൊളിറ്റിക്സ് അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. ഒരു വൈറ്റ് ഷർട്ട് ഒരു വൈറ്റ് മുണ്ടിട്ട് ഒരു പാക്കറ്റ് ഇട്ടിട്ട് മലയാള മനോരമ കയ്യിൽ അത്ര തന്നെ ഉള്ളൂ. ശരിയല്ല ഞാൻ പറഞ്ഞത്. എന്തറിയോ, അവർ കുറച്ച് ശമ്പളത്തിന് ജോലി എടുക്കും അന്യ നാട്ടുകാർ. ഇവർക്ക് കാശ് കൂടുതൽ വേണം ഇവിടുത്തെ ആൾക്കാർക്ക്. ശരിയല്ലേ അല്ലേ? അതുകൊണ്ട് അവർ വിദേശത്തൊക്കെ പോകും. വിദേശത്ത് പോയാല് കുറച്ച് ഇതിലും നിങ്ങൾ ജോബ് ചെയ്യുന്നുണ്ട് കേരളക്കാർ. കുറച്ച് ഇവിടെ ജോലി ചെയ്യും. ഇവിടെ എടുക്കാൻ പറ്റൂല. വയ്യാതെ വിദേശത്ത് പോന്നു.
അവിടെ പോയി കഷ്ടപ്പെടുന്നു. വൈറ്റ് കോളർ ജോബ്. ഈ കേരളത്തിലെ യുവാക്കളിനെ ഇപ്പോൾ വിദേശത്തോട്ട് പോകുന്ന പ്രവണത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളം ഇനി ഭാവി തലമുറയിൽ ഒരു വൃദ്ധ നഗരമായിട്ട് മാറാൻ സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ട്. ഓൾറെഡി തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിൽ നിന്ന് എല്ലാവരും വിദേശത്തിലാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത്. പിന്നെ ജോലി അന്വേഷിച്ച് എല്ലാവരും പോകുന്നുണ്ട്. വയസ്സായ അച്ഛനമ്മമാർ തനിയെയാണ് ഇവിടെ ഇരിക്കുന്നത്. അത് സംഭവിക്കുന്നുണ്ട്. ഗ്രാജുവലി ഇറ്റ് ഈസ് മൂവിങ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഇത്രയധികം യുവാക്കളെ വിദേശത്തോട്ട് പോകാൻ? പക്ഷെ ദുബായിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ മലയാളീസൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ജോലി കിട്ടുന്നത് ഈസി ആയിട്ട്, മലയാളം അറിയുന്നുള്ളവർക്ക് ഈസി ആയിട്ട് അവിടെ ജോലി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇൻ കമ്പയർ ടു തമിഴ്നാട് ഓർ അതർ സ്റ്റേറ്റ്സ്, കേരള ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദുബായ്. ഓക്കെ, അപ്പൊ കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ? കേരളത്തിൽ തൊഴിലവസരം ഉണ്ട്, എന്നാലും when compared to other states it's less only. I can tell if I am working in Chennai actually, but here it's a less opportunity in Kerala. അതുകൊണ്ടാണല്ലേ ഇവിടുത്തെ ശമ്പളവും വേതനവും? പക്ഷെ ഉണ്ട്, പക്ഷെ ഇവിടെ ആണെങ്കിൽ പൊല്യൂഷൻ ഒന്നും ഇല്ല. മറ്റേ ഇതൊക്കെ നല്ല അന്തരീക്ഷം, എൻവയോൺമെന്റ് ഇസ് വെരി ഗുഡ് ഇൻ കേരള. ബട്ട് ഇൻ ചെന്നൈ, തമിഴ്നാട് ഇറ്റ്സ് വെരി പൊല്യൂഷൻ ഏരിയ when compared to others. അപ്പോൾ ചില പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ തൊഴിലവസരങ്ങളും കുറവായത് കൊണ്ടാണല്ലേ മറ്റു തൊഴിലവസരം കുറവാണെന്ന് പറയാൻ പറ്റൂല, ബട്ട് ഉണ്ട്, എന്നാലും അത്രക്കില്ല എന്ന് പറയാം. ഇല്ല, നമ്മൾ പഠിച്ചിറങ്ങുന്ന എഞ്ചിനീയർമാർ ഒരുപാട് പേര് വെറുതെ നിൽക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാകാമോ ഇനി ഇപ്പൊ ഇവരെല്ലാരും കൂടെ അങ്ങോട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത്? പക്ഷെ ഹയർ സ്റ്റഡീസ് നോക്കുവാണെങ്കിൽ തമിഴ്നാട്ടിലാണ് കൂടുതൽ. ഇപ്പൊ ഞാനും ഇവിടെയാണ് വളർന്നതെല്ലാം. MBA പഠിച്ചത് ചെന്നൈയിലാണ്. അതായത് എന്തുകൊണ്ടാണ് കേരളത്തിൽ നല്ല ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ പുറത്തോട്ട് പോയിട്ട് വിദ്യാഭ്യാസം തന്നെ ചെയ്യാൻ ചേച്ചിക്ക് തോന്നിയത്? അതുകൊണ്ടല്ല, അത് അവിടെ ആകുമ്പോഴേ എല്ലാ സ്റ്റേറ്റ്സിലുള്ള പിള്ളേരൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് വിൽ ഡെവലപ്പ്. ഇവിടെയാണെങ്കിൽ നമുക്ക് അത്രയും പറ്റത്തില്ല, നോർമൽ ആയിരിക്കും. എല്ലാവരും അത് ഈ സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പം അങ്ങോട്ടൊക്കെ പോയാൽ എല്ലാ സ്ഥലത്തുള്ള ആളുകളുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മുടെ ഭാഷാ നമ്മള് ലാംഗ്വേജ് ഒന്ന് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡെവലപ്പ് ആവും. അതർ കമ്പനീസിലെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാവുന്നത് ഈസി ആയിരിക്കും. അതാണ് ഞാൻ അറിഞ്ഞതെടുത്തോളം. ബട്ട് ഇവിടെയുണ്ട്, ഇവിടുത്തെ ആൾക്കാർ നല്ല സംസാരിക്കുന്നുണ്ട്. ഇവിടത്തെ ഉള്ളവർ കുറെ അടുത്ത് ഹൈ ലെവലിൽ ഇപ്പോഴുണ്ട്, കുറെ ജോലി വാങ്ങിച്ചിട്ടുള്ളവർ. കേരളവും അങ്ങനെ പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റഡീസ് ആണെങ്കിലും ഇപ്പം കേരളത്തിലുള്ളവർക്ക് നല്ല സ്റ്റഡീസ് ഉണ്ടെന്ന് ഒരു അഭിപ്രായമുണ്ട്. അവിടുത്തെ ലാംഗ്വേജ് വന്ന് നല്ല നോളജബിൾ പീപ്പിൾ ആണെന്ന് വെൻ കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ് ഐ ഫീൽ ലൈക്ക് ദാറ്റ്. അപ്പൊ മൊത്തത്തിൽ നോക്കിയാൽ നമ്മൾ ഈ പുറത്തോട്ട് പോകുന്നൊരു മാതാപിതാക്കളെയും കൊണ്ട് പോയാലും നമുക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. പക്ഷെ പൊതുവെ കുറെ പേര് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ദുബായിലൊക്കെ ഉണ്ട്. അവർ അച്ഛനും അമ്മയും വിളിച്ചിട്ട് പോയിട്ടുണ്ട്. അവിടെ സെറ്റിൽ ആയിട്ട് വർഷത്തെ ഒരിക്കൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ചിലപ്പോൾ ഭാവി കേരളത്തിൽ ഇവിടെ ജനങ്ങൾ തന്നെ കാണാൻ സാധ്യത കുറവാണല്ലേ ഇങ്ങനെ വിദേശത്തോട്ട്? പക്ഷെ ദുബായ് എന്ന് പറഞ്ഞ ഒരു ചെറിയ കേരളം എന്നാണ് അറിയപ്പെടുന്നത്. അതെല്ലാവർക്കും അറിയാം. രാജ്യത്തോട്ട് പോകുന്ന പ്രവണത ഇപ്പോൾ കൂടുതലാണ്. ഇങ്ങനെയാണെങ്കിൽ കേരളം വരുന്ന തലമുറയിൽ ഒരു വൃദ്ധ നഗരമായിട്ട് മാറാൻ സാധ്യത? സംശയമില്ലാതെ വൃദ്ധ നഗരമായിട്ട് മാറും. കാരണം യുവാക്കൾക്ക് ഇവിടെ നിൽക്കാനുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നില്ല. കാരണം നമ്മുടെ എന്തിന്റെ കുഴപ്പമാണെന്ന് അറിഞ്ഞൂടാ, ജോലി തേടിയാണ് കൂടുതൽ ഉപജീവന മാർഗത്തിനാണ് എല്ലാവരും പോകുന്നത്. പക്ഷെ അത് പിന്നെ അവിടെ ഇവിടുന്ന് മാറി അവിടെ തന്നെ സെറ്റിൽ ആവുന്നൊരു സ്ഥിതിയാണ് കാണുന്നത്. കേരളത്തിന്റെ തൊഴിലില്ലായ്മ രൂക്ഷമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു? കേരളത്തിന്റെ തൊഴിലില്ലായ്മ അല്ല, നമ്മൾ കേരളത്തിലെ ആവശ്യം പോലെ തൊഴിൽ ഉള്ളതുണ്ട്. പക്ഷെ അത് കണ്ടെത്തേണ്ടത് അതായത് യുവാക്കളാണ്. കൃഷിയായാലും മറ്റു കാര്യങ്ങളായാലും ഏത് രീതിയിലും നമുക്ക് ഇവിടെ തൊഴിലുണ്ടാവാൻ പറ്റും. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കൂടുതൽ അവരെ കൊണ്ട് പണി പിടിപ്പിക്കുകയും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പോയി കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇനി മാതാപിതാക്കളൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെ പോയാൽ കേരളത്തിൽ? മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുള്ളതാണ്. അവരെ കൂടി കൊണ്ടുപോകണം എന്നാണ് അഭിപ്രായം? ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നിന്നിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ജോലികൾ ചെയ്ത്? അത് ഓരോരുത്തരുടെ ഏതാണ്. മാതാപിതാക്കളെ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു നല്ല മനസ്സായിരിക്കാം. ചിലപ്പം നാട്ടിൽ ഉള്ള മാതാപിതാക്കളെ അവർ സംരക്ഷിക്കുന്നവരുണ്ട്. അപ്പം അത് അവരുടെ ഒരു ഇത് വിട്ടുകൊടുക്കാം. അപ്പൊ ഇതിനൊരു മാറ്റത്തിന് വേണ്ടി നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ സാധിക്കുക? എന്താ, നമ്മളിവിടെ തന്നെ തൊഴിൽ കണ്ടുപിടിക്കുക. പഠിച്ചിറങ്ങി ഒരുപാട് പേര് എല്ലാവർക്കും വൈറ്റ് കോളർ ജോലി ഉദ്ദേശിക്കുന്ന പറ്റത്തില്ലല്ലോ. എല്ലാവർക്കും ഓരോ മേഖലയിലും, ഓരോ കാർഷിക മേഖലയിലും മറ്റു മേഖലയിലും ഇൻഡസ്ട്രി മേഖലയിലും എല്ലാം തൊഴിൽ എടുക്കാൻ പറ്റുന്നതാണ്. മറ്റ് ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ പറഞ്ഞത്, സൗകര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടോ? ഉണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഭരണം അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട ഭരണമാണ്. അപ്പൊ ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് വെറും ഒരു
കൊള്ളത്തരം മാത്രമായിട്ടാണോ? കള്ളത്തരമൊന്നല്ല, ഉണ്ടാവാം. ജനസംഖ്യയുടെ അടിസ്ഥാനം അനുസരിച്ച് നോക്കുന്നുണ്ടെങ്കിൽ തൊഴിൽ പിന്നെ കുറവുണ്ടാവാം. എന്നാലും നമ്മൾ ശ്രമിച്ചാൽ ഏത് തൊഴിൽ കണ്ടെത്താൻ പറ്റും. കേരളത്തിലെ യുവാക്കളെല്ലാം വിദേശത്തോട്ട് പോകുന്ന പ്രവണത ഇപ്പോൾ കൂടി വരുന്നുണ്ട്. ഇങ്ങനെ പോയാൽ കേരളം ഭാവിയിൽ ഒരു വൃദ്ധാലയമായി മാറാൻ സാധ്യതയുണ്ടോ? നമുക്കറിയാം ആധുനിക തലമുറയെല്ലാം ഇപ്പോൾ പണത്തിന്റെ പിന്നാലെ നെട്ടോട്ടം പായുകയാണ്. മാത്രമല്ല ഇന്ന് എല്ലാവരുടെയും ചിന്താഗതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ആൾക്കാർക്ക് ഇപ്പോൾ ലോകം ചുറ്റി നടക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് പണ്ട് നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്ന ആ ഒരു ചുറ്റുപാടിലുള്ള സിറ്റുവേഷൻ അല്ല ഇവിടെ ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടും. അതുപോലെ തന്നെ ചിന്താഗതിയും വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുവാക്കളുടെ ടെൻഡൻസി എന്ന് പറയുന്നത് ആഘോഷിച്ചുള്ളൊരു ജീവിതം. അപ്പോൾ അവർക്ക് ഈ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെയുള്ള ബന്ധം അതിനെപ്പറ്റി കൂടുതൽ അവർക്ക് അതിൻ്റെ ആ ഒരു ആഴവും അതിൻ്റെ ആ ഒരു സ്നേഹവും വാത്സല്യവും ഒന്നും അവരുടെ ഉള്ളിൽ തട്ടിയിട്ടില്ല. അപ്പോൾ മാത്രമല്ല ഇന്ന് നമ്മുടെ കേരളം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ മൊട്ടാകെ റീസെൻ്റ്ലി നടന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് തൊഴിൽ ഉള്ളത്, അതായത് തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ കേരളത്തിലാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 38.1 എങ്ങാണ്ടുമാണ് നമ്മുടെ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്കെന്ന് പറയുന്നത്. അപ്പോൾ 100 പേരെടുക്കുമ്പോൾ ഏകദേശം 39 ആൾക്കാർക്ക് ഇവിടെ തൊഴിലില്ല. അപ്പോൾ യുവാക്കളെ സംബന്ധിച്ചുള്ള ആകെ ഓപ്ഷൻ എന്ന് പറയുക എങ്ങനെയെങ്കിലും തൊഴിൽ, നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ വേണമല്ലോ ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛനും അമ്മയും പോറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവർ പുറത്തു പോകുന്നത്. പക്ഷേ പുറത്തു പോകുമ്പോൾ അവർക്ക് ഓപ്ഷൻ വേറൊന്നുമില്ല. അവർ അച്ഛനമ്മമാരെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. പിന്നെ അവിടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സെറ്റിലാവുന്നു. പിന്നെ വീട്ടുകാർക്ക് ആവശ്യമുള്ള പണം കൊടുത്ത് അവർ പണത്തിൽ ഒതുക്കുകയാണ്. അപ്പോൾ പിന്നെ വീട്ടുകാരെ നോക്കുന്നതിന് സമയം കിട്ടുന്നില്ല. അവരുടെ ലക്ഷൂറിയസ് ലൈഫിലോട്ട് അവർക്ക് ഇവിടെ നാട്ടിലോട്ട് വരാനും ഉള്ള ഒരു ഇത് തോന്നുന്നില്ല. അപ്പോൾ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു, അവർക്ക് കുടുംബജീവിതത്തിൻ്റെ ബന്ധങ്ങളുടെ ആഴം കുറയുന്നു. അപ്പോൾ വൃദ്ധാലയങ്ങളുടെ എണ്ണം കൂടി വരുന്നു. മാത്രമല്ല ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾക്ക് അച്ഛനും അമ്മയോടുള്ള സ്നേഹം എന്താണ്? നമ്മൾ അച്ഛനും അമ്മയും കണ്ട് നമ്മൾ അച്ഛനും അമ്മയെടുത്ത് ഇടപെട്ട്, അല്ലെങ്കിൽ അവർ നമുക്ക് തരുന്ന ആഹാരം നമുക്ക് ചോറുണ്ണ തരിക, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തട്ടിയുള്ള സ്നേഹമാണ്. അത് എത്രത്തോളം നമുക്ക് ഉള്ളിൽ ഫീലിങ്സ് ഉണ്ടാകുന്നു അത്രത്തോളം ആയിരിക്കും നമ്മൾ തിരിച്ച് അവർക്കും കൊടുക്കുന്നത്. അല്ലാതെ കുറച്ച് നേരം മോനെ നിൽക്കുക സുഖമാണ് ഇവിടെ നിൽക്കുന്നു എന്നുള്ള ഈ ഫോൺ ഇൻട്രാക്ഷനാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. അപ്പോൾ വിദേശത്ത് പോകുമ്പോൾ ഫോൺ ഇൻട്രാക്ഷൻ അല്ലെ വീഡിയോ കോള് ഇതിലൊന്നും കൊണ്ട് അല്ല, നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അറ്റാച്ച്മെന്റ് വരുന്നത് കൂടുതൽ ഇടപഴകുമ്പോഴാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടുന്നില്ല. അതിന് കാരണം തൊഴിലില്ലായ്മ തന്നെയാണ്. പിന്നെ അവർ പുറത്ത് ലക്ഷറീസ് ലൈഫിന് പിന്നാലെ പോകുന്നു. അപ്പോൾ പിന്നെ ഒന്ന് എങ്ങനെയെങ്കിലും അച്ഛനും അമ്മയും ഏതെങ്കിലും ഹോം നേഴ്സിനെ കൊണ്ട് നോക്കുക, അങ്ങനെയുള്ളൊരു ഓപ്ഷനിലായി അവർ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അവർക്ക് ഈ ഒരു ടീനേജ് പ്രായത്തിൽ അവർ ജോലി തേടി പുറത്ത് പോകുമ്പോൾ നമുക്ക് അവരുടെ ഇൻട്രാക്ഷൻ കുറയുന്നു. ടീനേജ് പ്രായത്തിലാണ് അവർക്ക് അച്ഛനും അമ്മയായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂടുതൽ വേണ്ടത്. അപ്പോൾ അച്ഛനും അമ്മയുടെ ഒരു മധ്യവയസ്ക പ്രായത്തിൽ നമുക്ക് അവരുമായിട്ട് കൂടുതൽ ഇടപെടൽ കിട്ടുമ്പോൾ അവരുടെ വൃദ്ധകാലത്ത് നമ്മൾ ആലോചിക്കും നമുക്ക് ഒരു കാലത്ത് എത്രമാത്രം സ്നേഹം തന്നവരാണ്. അപ്പോൾ അവർക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ അവരെ കെയർ ചെയ്യും. പക്ഷെ ഇവർ ആലോചിക്കുന്ന അവരുടെ നല്ല പ്രായം എത്ര, ഒരു 17-18 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ നല്ല പ്രായത്തിൽ പുറത്ത് പോകുന്ന ആൾക്കാർക്ക് അവിടെ ചിലപ്പോൾ അവിടെ കിട്ടുന്ന ഫ്രണ്ട്സ്, അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ അവർ സെറ്റിലാവുന്നു. അപ്പോൾ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഭാഗത്താണോ തെറ്റ്, അത് അവരുടെ ലൈഫ് സ്റ്റൈലാണോ തെറ്റ്, അതായത് നമ്മുടെ തൊഴിലില്ലായ്മയാണോ തെറ്റ്, ഏതാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് ആൻസർ പറയാൻ പറ്റില്ല. കൂടുതൽ തൊഴിൽ മേഖലകൾ സൃഷ്ടിച്ചാൽ ഈ ഒരു ഒഴുക്കിനെ നമുക്ക് തടയാൻ സാധിക്കുമോ? അങ്ങനെ ഒരു ഇത് കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്താ വേറെ ഓപ്ഷൻ വരുന്നത്? ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കണക്ക് പ്രകാരം നമ്മുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് പ്രകാരമാണ് ഞാൻ പറഞ്ഞത് 38 സംതിങ് ഇത്രയും ഉണ്ട്. അപ്പൊ 100 പേരെടുക്കുമ്പോൾ വെറും 50 സംതിങ് ആൾക്കാർക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ മറ്റുള്ളവർക്ക് എന്താണ് ഓപ്ഷൻ? അവർക്കും ജീവിക്കണ്ടേ? അപ്പൊ ജീവിക്കുന്ന നെട്ടോട്ടത്തിൽ അവര് പുറത്തു പോകുന്നു, അതിനിടയിൽ അച്ഛനും അമ്മയും ഒറ്റപ്പെട്ടു പോകുന്നു. അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോൾ പിന്നെ അവരെ ആലോചിക്കും എക്കണോമിക്കലായിട്ടായാലും, അല്ലെങ്കിൽ അവരുടെ പിന്നെ അച്ഛനമ്മമാരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പുറത്ത് നാട്ടിൻപുറമായിരിക്കും അവർക്കിഷ്ടം. അവർക്ക് അവിടെയുള്ള രീതികളൊന്നും ഇഷ്ടമായെന്ന് വരില്ല. പിന്നെ അഥവാ നമ്മളിപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാലും പിന്നെ അച്ഛനമ്മയ്ക്ക് ഇവിടെയുള്ള അവരിപ്പോൾ ഏജ്ഡ് ആകുമ്പോൾ അവർക്ക് അവരുടെ പ്രിയപ്പെട്ട ആൾക്കാരുടെയും അവരുടെ സെയിം ഏജിലുള്ള ആൾക്കാരുടെ വിയോഗങ്ങൾ കേൾക്കുമ്പോഴും അവരെ കാണണമെന്നും അവരോട് സംസാരിക്കണമെന്നുള്ള പല ആഗ്രഹങ്ങളുണ്ടാകും. അപ്പോൾ അവർക്ക് അവിടുത്തെ സാഹചര്യം ഒരു പരിധിവരെ അവർക്കിത് ഇഷ്ടമാവുള്ളൂ. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് ടീനേജുകാർക്ക് അവർക്കത് ഇഷ്ടമാവും. അപ്പോൾ അച്ഛനും അമ്മയും സ്വാഭാവികമായിട്ടും ഒറ്റപ്പെട്ടും പോകും. അപ്പോൾ അവരെ ഒറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി വൃദ്ധസദനം എന്നുള്ള ഓപ്ഷനെ ഫൈനലായിട്ട് കിട്ടുന്നുള്ളൂ. പഠിച്ച് ബിരുദമുള്ള ആൾക്കാർക്ക് ജോലി ലഭിക്കണം എങ്കിൽ ഇവിടെ കൂടുതലും പുറത്തു പോകുന്ന ആൾക്കാർ ടീനേജിലുള്ള പയ്യന്മാർക്ക് ജോലി അവസരങ്ങൾ ഉണ്ടായാൽ
എന്തായാലും പിള്ളേർ പയ്യന്മാർ എന്തായാലും ഇവിടെ ജോലിക്ക് നിൽക്കും. ഈ അവസരം കുറയുമ്പോഴാണല്ലോ വിദേശത്തോട്ട് പോകുന്നത് കൂടുതൽ. വിദേശത്തോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ബന്ധങ്ങളുടെ ആ ഒരു ബന്ധങ്ങളുടെ തീവ്രത നഷ്ടപ്പെടും. മാത്രമല്ല നമ്മൾ റീസെന്റ് കണ്ടായിരുന്നു കുറച്ച് പോലീസ് കോൺസ്റ്റബിളിന്റെ എക്സാമിനൊക്കെ കണ്ടില്ലേ? CPOക്ക് നമ്മൾ കണ്ടവർ എന്തെല്ലാം കഷ്ടപ്പാട് കാണിച്ചു ഇവിടെ. എന്നിട്ട് അത് തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല. പക്ഷെ ഇവിടെ ഉള്ള പല ഭരണാധികാരികൾക്കും വിദേശത്ത് പോകാനും ദൂർത്തടിക്കാനും എല്ലാത്തിനും എല്ലാം ഉണ്ട്. പക്ഷേ യുവജനങ്ങളുടെ ജോലി കാര്യമോ അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാൻ ഇവിടെ ആർക്കും സമയമില്ല. എല്ലാവർക്കും സ്വന്തം കാര്യം, സ്വാർത്ഥതയുടെ നെട്ടോട്ടത്തിൽ പലരും അതുപോലെ തന്നെ പലരും ഭരണകർത്താക്കളായാലും മറ്റുള്ള ടീനേജുകാർക്ക് അവസരം കിട്ടുന്നില്ല. അതുപോലെ അവരെ സ്വന്തം അവസരം തേടി പോകുമ്പോൾ സ്വാർത്ഥത കാര്യം മാത്രമല്ല, പക്ഷെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതാണ് ഇന്നത്തെ നമ്മുടെ കേരളത്തിൽ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു 10 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 20 വർഷം കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൃദ്ധന്മാരായ അച്ഛനമ്മമാരും അല്ലെങ്കിൽ പൂർവികരും മാത്രം ഒടുങ്ങുന്ന ഒരു കേരളമായിട്ട് ഒതുങ്ങും. അത് മാത്രമല്ല, നമുക്കിവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടായാൽ മാത്രമല്ലേ ഫാമിലി ആയിട്ട് ഇവിടെ നിന്ന് നമുക്ക് അത്ര ഇടപഴകി നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷെ ഇവിടുത്തെ തൊഴിലില്ലായ്മ കാരണം ഫൈനൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. വീട്ടുകാരെ ഇവിടെ അല്ലെങ്കിൽ വീട്ടുകാരും അതുപോലെ അത്രയ്ക്കും ചില്ലായിട്ടുള്ളവരായിരിക്കണം. അതിന് അവരും അവിടെ പുറത്തൊക്കെ പോയിട്ടുള്ളവരും അങ്ങനത്തെ ആ ഒരു മൈൻഡ് ഉള്ളവരായിരിക്കണം. ഇന്ന് നമുക്കറിയാം, നമ്മുടെ പാരൻസിനെയൊക്കെ എടുത്തു കഴിഞ്ഞാലും അവരും ഇവിടുത്തെ ചുറ്റുപാടിൽ ജീവിക്കുന്നവരാണ്. ഇവിടെയാണ് റിലേറ്റീവ്സ് ഉള്ളത്, ഇവിടെയാണ് ബന്ധങ്ങളുള്ളത്. അപ്പോൾ ഈ നാട്ടിൻപുറം വിട്ട് പുറത്തെടുത്ത് പോവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു വിഷമത്തിലാക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. വിദേശത്തേക്കുള്ള യുവാക്കളുടെ കടന്നുകയറ്റം കേരളത്തെ വൃദ്ധാലയമാക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയാണ് ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.